ജസ്ന തിരോധാനത്തിൽ CBI റിപ്പോർട്ടിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. മതതീവ്രവാദ ബന്ധങ്ങളില്ലെന്നും റിപ്പോർട്ടിൽ അജ്ഞാത മൃതദേഹങ്ങളും ആത്മഹത്യാ പോയിന്റുകളും പരിശോധിച്ചു. പിതാവും സുഹൃത്തും പറഞ്ഞത് സത്യമാണെന്നും ഇവരെ നുണപരിശോധന നടത്തിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പ്രശാന്ത് ശങ്കരമംഗലത്തുണ്ട് വിശദാംശങ്ങൾ നൽകുന്നതിനായി. പ്രശാന്ത്, ജസ്ന തിരോധാനം CBI വീണ്ടും അന്വേഷിക്കും, കൃത്യമായ കണ്ടെത്തൽ നടത്തുമെന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ റിപ്പോർട്ടിന്റെ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഇന്നിപ്പോൾ കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരികയാണ്. ജസ്നയുമായി ബന്ധപ്പെട്ട് കൃത്യമായ അന്വേഷണം നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം ആത്മഹത്യാ പോയിന്റുകൾ അടക്കം പരിശോധിച്ചു. തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കുകയും ചെയ്തുവെന്നും CBI വ്യക്തമാക്കുന്നുണ്ട്. വിഷ്ണു, ഈ ജസ്നയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് വളരെ വിപുലമായ ഒരു അന്വേഷണം CBIയുടെ ഭാഗത്ത് നിന്ന് നടത്തുകയുണ്ടായി എന്നാണ് ഇപ്പോൾ അറിയിക്കുന്നത്. എന്നാൽ അത്തരത്തിലുള്ള അന്വേഷണം നടത്തിയിട്ടും കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. ജസ്ന മരിച്ചു എന്ന് ഉറപ്പുവരുത്താനും കഴിഞ്ഞിട്ടില്ല എന്നാണ് ഇപ്പോൾ CBI പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് വിവിധ സംസ്ഥാനങ്ങളിലടക്കം CBIയുടെ ഭാഗത്ത് നിന്ന് അന്വേഷണം നടത്തുകയുണ്ടായി. വിഷ്ണു പറഞ്ഞതുപോലെ തന്നെ മൃതദേഹങ്ങൾ, അതുപോലെ തന്നെ ആത്മഹത്യാ പോയിന്റുകൾ അടക്കമുള്ളവ സ്ഥലങ്ങളിലേക്ക് പോവുകയും അവിടെല്ലാം പരിശോധന നടത്തുകയും ചെയ്തു. അത് ഈ രാജ്യത്തിന്റെ തന്നെ വിവിധ സംസ്ഥാനങ്ങളിലെല്ലാം കേന്ദ്രീകരിച്ച് CBI ഇത്തരത്തിലുള്ള അന്വേഷണം നടത്തുകയൊക്കെ ചെയ്തെങ്കിൽ പോലും ജസ്ന എങ്ങോട്ടാണ് പോയത്, ജസ്നയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിവരങ്ങളും കണ്ടെത്തുവാൻ കഴിഞ്ഞതുമില്ല. ഇതിന്റെ ലോക്കൽ പോലീസൊക്കെ ആദ്യം അന്വേഷിച്ച കേസാണ്. എന്നാൽ അത് കഴിഞ്ഞതിന് ശേഷം വിപുലമായ അന്വേഷണം ഈ CBI നടത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് അച്ഛന്റെ ആൺസുഹൃത്തിനെയും ജസ്നയുടെ പിതാവിന്റെ ആൺസുഹൃത്തിനെയും പിതാവിനെ അടക്കം എല്ലാവരെയും നുണപരിശോധനയ്ക്ക് വിധേയമാക്കിയൊക്കെ ചെയ്തിരുന്നു. മാത്രമല്ല മറ്റ് അന്വേഷണങ്ങളെല്ലാം നടക്കുകയും ചെയ്തിരുന്നു. ഇനി ഒരു പക്ഷേ ജസ്ന വിദേശത്തേക്ക് കടന്നു കഴിഞ്ഞു കാണുമോ എന്നതടക്കമുള്ള സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്റർപോളിന് അടക്കം ഈ വിവരങ്ങൾ കൈമാറുകയൊക്കെ ചെയ്തെങ്കിൽ പോലും ജസ്നയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നതാണ് ഏറ്റവും പുതിയതായി അല്ലെങ്കിൽ ഏറ്റവും അവസാനം ഈ CBI പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസ് അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗത്തേക്ക് പോവുകയൊക്കെ ചെയ്തിരുന്നു. അതുമാത്രമല്ല ഈ കേസുമായി ബന്ധപ്പെട്ട്, അതായത് ജസ്നയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് മതതീവ്രവാദ ബന്ധത്തിന്റെ എന്തെങ്കിലും സാധ്യതകളുണ്ടോ എന്നതടക്കം, അതായത് അത്തരത്തിൽ ഉള്ള സംഘങ്ങൾ നേരത്തെ തന്നെ നമുക്കറിയാം. ഈ ISIS പോലെയുള്ള സംഘങ്ങളെല്ലാം ഒരു കേരളത്തിൽ നിന്ന് പല രീതിയിലേക്ക് വിവിധ അല്ലെങ്കിൽ സിറിയയിലേക്ക് അടക്കം തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായിട്ട് പെൺകുട്ടികളെ കൊണ്ടുപോകുന്ന സമയത്താണ് ഈ ജസ്നയുടെ തിരോധാനം ഉണ്ടാകുന്നതും. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും കേസുകൾ അല്ലെങ്കിൽ അത് അത്തരത്തിൽ മതതീവ്രവാദ സംഘങ്ങളുമായിട്ട് ബന്ധപ്പെട്ടോ എന്നതടക്കം അന്വേഷിക്കുകയും ചെയ്തു. എന്നാൽ അതിന്റെ വിവരങ്ങളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഇപ്പോൾ CBI പറയുന്നത്. എന്തായാലും ഈ കേസിൽ ജസ്ന മരിച്ചു എന്ന് അല്ലെങ്കിൽ ജസ്ന ആത്മഹത്യ ചെയ്തു എന്നടക്കം ഉറപ്പുവരുത്താനും CBIക്ക് കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ തൽക്കാലം കേസ് അവസാനിച്ചെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു തെളിവ് ലഭിക്കുന്ന സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ജസ്നയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തെളിവ് ലഭിക്കുന്ന സാഹചര്യത്തിൽ, അല്ലെങ്കിൽ മറ്റു വിവരങ്ങൾ ലഭിക്കുന്ന സാഹചര്യത്തിൽ ഈ കേസ് വീണ്ടും റീഓപ്പൺ ചെയ്തുകൊണ്ട് അന്വേഷണം നടത്തുവാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അന്വേഷണം നടത്തുമെന്ന് കൂടി ഉറപ്പ് പറയുകയും ചെയ്തിട്ടുണ്ട് CBI. എന്തായാലും നിലവിൽ ഇത്തരത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട യാതൊരു വിവരവും ജസ്നയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊന്നും കിട്ടുന്നില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. തീവ്രവാദപരമായിട്ടുള്ള ബന്ധങ്ങളും നിലവിലുണ്ടായിട്ടില്ല എന്നും CBI പറയുന്നുണ്ട്. വിഷ്ണു.